എല്ലാവർക്കും മെത്തേഡ്സ് ഓഫ് ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിനി പഠിക്കേണ്ടത് അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് മിനിമ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് റിലേറ്റീവ് മിനിമവും റിലേറ്റീവ് മാക്സിമവും എന്താണ് എന്നുള്ളത്. നമ്മളപ്പോൾ ഒരു ഫിഗർ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു, കുറേ മൗണ്ടനും കുറേ വാല്യൂസും ഉൾക്കൊള്ളുന്ന ഒരു ഫിഗർ. അവിടെ നമുക്ക് ഒരുപാട് റിലേറ്റീവ് മിനിമവും ഒരുപാട് റിലേറ്റീവ് മാക്സിമവും കണ്ടെത്താനായിട്ട് സാധിച്ചു. നമ്മളവിടെ റിലേറ്റീവ് എക്സ്ട്രീമം ഡിഫൈൻ ചെയ്തത് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് റിലേറ്റീവ് എക്സ്ട്രീമം ആണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ഉൾക്കൊള്ളുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഉണ്ടാവും. ആ ഓപ്പൺ ഇൻ്റർവെല്ലിലെ എലമെൻറ്റുകളുടെ ഫംഗ്ഷൻ വാല്യൂസ് എന്ന് പറയുന്നത് ഈ എക്സ് നോട്ടിൻ്റെ ഫംഗ്ഷൻ വാല്യൂസിന് ഹയസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് മാക്സിമം എന്ന് വിളിക്കാം, ലോവസ്റ്റ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റീവ് മിനിമം എന്ന് വിളിക്കാം. ഇവിടെ അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ മൗണ്ടനും വാല്യൂസും പരിശോധിക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മൗണ്ടനെ നമുക്ക് അബ്സല്യൂട്ട് മാക്സിമം എന്ന് വിളിക്കാം. മറ്റ് പോയിന്റുകളുടെ ഫംഗ്ഷൻ വാല്യൂസിനേക്കാളും ആ പോയിന്റിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ഹയസ്റ്റ് വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോയിന്റിനെ അബ്സല്യൂട്ട് മാക്സിമം എന്ന് വിളിക്കാം. നേരെ മറിച്ച് ആ പോയിന്റ് അച്ചീവ് ചെയ്യുന്ന ഫംഗ്ഷൻ വാല്യൂ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോയിന്റിനെ അബ്സല്യൂട്ട് മിനിമം എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ആ ഫിഗറിൽ നിന്നും മനസ്സിലാക്കാവുന്നത് ഹയസ്റ്റ് മൗണ്ടൻ്റെ പോയിന്റിനെ നമുക്ക് അബ്സല്യൂട്ട് മാക്സിമം എന്ന് വിളിക്കാം, ഡീപ്പസ്റ്റ് വാല്യൂ അച്ചീവ് ചെയ്യുന്ന ആ പോയിന്റിനെ നമുക്ക് അബ്സല്യൂട്ട് മിനിമം എന്ന് വിളിക്കാം. നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാം. കൺസിഡർ ആൻ ഇൻ്റർവെൽ ഇൻ ദ ഡൊമൈൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ആൻഡ് എ പോയിന്റ് എക്സ് നോട്ട് ഇൻ ദാറ്റ് ഇൻ്റർവെൽ. വി സേ ദാറ്റ് എഫ് ഹാസ് ആൻ അബ്സല്യൂട്ട് മാക്സിമം അറ്റ് എക്സ് നോട്ട് ഇഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് for all x in the interval, and we say that f has an absolute minimum at x naught if f of x naught less than or equal to f of x for all x in the interval. We say that f has an absolute extremum at x naught if it has either an absolute maximum or an absolute minimum at that point. ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് പറയാവുന്ന കാര്യമെന്ന് പറയുന്നത് if f has an absolute maximum at the point x naught on an interval, then f of x naught is the largest value of f on the interval, and if f has an absolute minimum at x naught, then f of x naught is the smallest value of f on the interval. അപ്പോൾ നമുക്ക് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അബ്സല്യൂട്ട് മാക്സിമവും മിനിമവും ഒരു ഇൻ്റർവെല്ലിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എപ്രകാരമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ 5 പ്രത്യേകതരം ഫംഗ്ഷനുകളുടെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ആദ്യത്തേത് എഫ് ഹാസ് ആൻ അബ്സല്യൂട്ട് മിനിമം ബട്ട് നോ അബ്സല്യൂട്ട് മാക്സിമം ഓൺ ദി ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുക. രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എഫ് ഹാസ് നോ അബ്സല്യൂട്ട് എക്സ്ട്രിമ ഓൺ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെ ആയിരിക്കും. മൂന്നാമത്തേത് എഫ് ഹാസ് ആൻ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം ഓൺ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഫിഗർ ആയിരിക്കും കിട്ടുക. നാലാമത്തേത് എഫ് ഹാസ് നോ അബ്സല്യൂട്ട് എക്സ്ട്രിമ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിലായിരിക്കും ഫിഗർ കിട്ടുക. എഫ് ഹാസ് ആൻ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലായിരിക്കും ഫിഗർ കിട്ടുക. നമുക്കിനി അടുത്ത് അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും ഉൾക്കൊള്ളുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിസൾട്ട് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണിത്. ഈ ഒരു തിയറത്തെ പറയുന്ന പേരാണ് എക്സ്ട്രീമം വാല്യൂ തിയറം എന്നുള്ളത്. അതിങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്: ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ഫൈനൈറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, ദെൻ എഫ് ഹാസ് ബോത്ത് ആൻ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആൻ അബ്സല്യൂട്ട് മിനിമം ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷന് അബ്സല്യൂട്ട് മാക്സിമവും ഉണ്ടാവും, അബ്സല്യൂട്ട് മിനിമവും ആ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ റിസൾട്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ് എക്സ്ട്രീമം വാല്യൂ തിയറം എന്നുള്ളത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു റിസൾട്ട് എന്ന് പറയുന്നത് ഇഫ് എഫ് ഹാസ് ആൻ അബ്സല്യൂട്ട് എക്സ്ട്രീമം ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി, ദെൻ ഇറ്റ് മസ്റ്റ് ഒക്കർ അറ്റ് എ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എഫ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു അബ്സല്യൂട്ട് എക്സ്ട്രീമം ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷന് ക്രിട്ടിക്കൽ പോയിന്റും ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമുക്കിങ്ങനെ എഴുതാം: ഇഫ് എഫ് ഹാസ് ആൻ അബ്സല്യൂട്ട് മാക്സിമം ഓൺ ദി ഓപ്പൺ ഇൻ്റർവെൽ എ ബി അറ്റ് എക്സ് നോട്ട്,
then f of x naught is also a relative maximum for f. അപ്പോൾ ഇവിടെ എഫിന് ഒരു അബ്സല്യൂട്ട് എക്സ്ട്രീമം ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം പറയുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അബ്സല്യൂട്ട് എക്സ്ട്രീമം എന്നുള്ളത് അബ്സല്യൂട്ട് മാക്സിമം ആണെന്ന് പറഞ്ഞ് എടുക്കാം. അപ്പോൾ നമുക്കറിയാം അബ്സല്യൂട്ട് മാക്സിമത്തിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് തന്നെ അത് റിലേറ്റീവ് മാക്സിമത്തിൻ്റെ എല്ലാ റിലേറ്റീവ് മാക്സിമങ്ങളിലും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും അബ്സല്യൂട്ട് മാക്സിമത്തിനുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് അബ്സല്യൂട്ട് മാക്സിമം ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ പോയിന്റ് തന്നെ റിലേറ്റീവ് മാക്സിമവും ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് എഫ് ഓൺ ഓൾ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് സെർട്ടൺലി ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് എഫ് ഇൻ ദ ഇമ്മീഡിയറ്റ് വിസിനിറ്റി ഓഫ് എക്സ് നോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് നോട്ട് ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എഫ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ബൈ തിയറം 4.2.2. ആ തിയറം ഇങ്ങനെയാണ് പറയുന്നത്: സപ്പോസ് ദാറ്റ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവെൽ കണ്ടെയ്നിങ് ദ പോയിന്റ് എക്സ് നോട്ട്. അതുപോലെ തന്നെ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ എഫിനൊരു റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എഫ് എന്നുള്ളതാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള തിയറം 4.2.2. അതുപോലെ തന്നെ എയ്തർ എഫ് ഡാഷ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഓർ എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് എന്നുള്ളതാണ്. എക്സ് നോട്ട് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എഫ് ആകുമ്പോൾ നമുക്കറിയാം എഫ് ഡാഷ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ആ റിസൾട്ട് ഇവിടെ ഉപയോഗിക്കുമ്പോൾ എക്സ് നോട്ട് ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എഫ് എന്നുള്ളത് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്കൊരു ഫംഗ്ഷന് അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിലേറ്റീവ് മാക്സിമം ആവും, ആ പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റും ആകും എന്നുള്ളതാണ്. ഇതേ ആർഗ്യുമെൻ്റ് തന്നെ അബ്സല്യൂട്ട് മിനിമത്തിൻ്റെ കാര്യത്തിലും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അബ്സല്യൂട്ട് മിനിമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിലേറ്റീവ് മിനിമവും തിയറം 4.2.2 ഉപയോഗിച്ചുകൊണ്ട് ആ പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റും ആകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ തിയറം പ്രൂവ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് റിസൾട്ടുകളിൽ നിന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്ന കാര്യമെന്ന് പറയുന്നത് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ദി ഫൈനൈറ്റ് ക്ലോസ് ഇൻ്റർവെൽ എ ബി എന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രീം വാല്യൂ തിയറം ഉപയോഗിച്ചുകൊണ്ട് പറയാം ആ ഫംഗ്ഷന് അബ്സല്യൂട്ട് എക്സ്ട്രീമ ഓൺ ദി ക്ലോസ് ഇൻ്റർവെൽ എ ബി എന്നുള്ളത് പറയാം. അതിനുശേഷം പഠിച്ച റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫംഗ്ഷന് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ അബ്സല്യൂട്ട് എക്സ്ട്രീമ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷന് ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ വരും. അബ്സല്യൂട്ട് എക്സ്ട്രീമ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ ഉണ്ടാകുമ്പോൾ നമുക്കതിനെ രണ്ടായിട്ട് തിരിക്കാം. അബ്സല്യൂട്ട് എക്സ്ട്രീമ എൻ പോയിൻറ്റ്സിൽ ഉണ്ടാകുന്നതും അതിൻ്റെ ആ ഇൻ്റർവെലിൻ്റെ ഇൻസൈഡിൽ ഉണ്ടാകുന്നതും ആയിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ അബ്സല്യൂട്ട് എക്സ്ട്രീമ എൻ പോയിൻറ്റ്സിൽ ഉണ്ടാവും, ഇൻസൈഡ് ദി ഇൻ്റർവെൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്കിവിടെ 3 ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ദ അബ്സല്യൂട്ട് മാക്സിമം ഒക്കേഴ്സ് അറ്റ് ആൻ എൻ പോയിൻറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവെൽ എ ബി എന്നുള്ളതാണ്. ഇവിടെ ഇൻസൈഡ് ദി ഇൻ്റർവെൽ അല്ല അബ്സല്യൂട്ട് മാക്സിമോ മിനിമോ വന്നിരിക്കുന്നത്, അതിൻ്റെ എൻ പോയിൻറ്റ്സിലാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തേതിൽ അതിൻ്റെ ഇൻസൈഡിലാണ്, അതോടൊപ്പം അത് സ്റ്റേഷനറി പോയിൻ്റാണ് അബ്സല്യൂട്ട് മാക്സിമം വന്നിരിക്കുന്നത്, അതായത് എഫ് ഡാഷ് എക്സ് നോട്ട് 0 വരുന്ന പോയിന്റിൽ. മൂന്നാമത് വന്നിരിക്കുന്നത് എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ക്രിട്ടിക്കൽ പോയിന്റിലാണ് അബ്സല്യൂട്ട് മാക്സിമം അറ്റൈൻ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലാണ് നമുക്ക് ഈ റിസൾട്ടുകളെ കൺക്ലൂഡ് ചെയ്യാവുന്നത്. നമുക്ക് വിവിധ തരത്തിൽ അബ്സല്യൂട്ട് എക്സ്ട്രീമ ഒക്കർ ചെയ്യുന്ന ഗ്രാഫുകൾ മനസ്സിലാക്കി.